ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൺഡേ ആയതുകൊണ്ട് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ താമസിച്ചാട്ടോ എണീറ്റത്. ഇക്കായും ഹൈസനും വാപ്പായും ഉമ്മായൊക്കെ പെരുമ്പോൾ ഒരു കല്യാണത്തിന് പോയട്ടോ. അപ്പോൾ അവരെ രാവിലെ പറഞ്ഞിട്ടിട്ട് ഞാൻ വീണ്ടും കിടന്നതാണ്. പിന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. എണീറ്റ പാടെ ബെഡൊക്കെ വിരിച്ചൊന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ റൂമിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. നാളത്തേക്കിന് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ നേരെ പച്ചരിയും കഴുകി ഉഴുന്നൊക്കെ കഴുകുക കേട്ടോ. ഞാൻ പച്ചരി ഉഴുന്നും 2 പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കുതിർക്കാനിടുന്നത്. ഇവിടെ ഇക്കാട് ഉമ്മ രണ്ടും ഒരുമിച്ചാട്ടോ ഇടുന്നത്. ഒരു തവണ ഞാനും ഇക്കാട് ഉമ്മ ചെയ്യുന്ന പോലെ രണ്ടും ഒരുമിച്ചിട്ടിട്ട് അരച്ചൊക്കെ വെച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അത് പൊങ്ങിയില്ല കേട്ടോ. ഭയങ്കര പുളിയുമായിരുന്നു ആ മാവിന്. ഒരു തവണ പണി കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഇടാറ്. അങ്ങനെ പച്ചരി ഉഴുന്നൊക്കെ കുതിർക്കാനായിട്ട് ഒരു സ്ഥലത്തോട്ട് മാറ്റി വെച്ച് കേട്ടോ. പച്ചരിക്കകത്ത് ഞാൻ കുറച്ച് ഉലുവായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിസ്സായി പോയെന്ന് തോന്നുന്നു. ഇന്നലത്തെ ഗ്രീബീസർ ഇരിപ്പുണ്ടായിരുന്നു. അതും ഇടിയപ്പം കൂടെ കേട്ടോ രാവിലെ കഴിച്ചത്. രാവിലെ എന്ന് പറയാൻ പറ്റിയല്ല, മണി 11:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നത് സാക്കിനെ കുളിപ്പിക്കാനാട്ടോ. അവനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി കിടത്തി ഉറക്കി കേട്ടോ. അവനെ ഉറക്കിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുളിക്കാനും ബാക്കി പരിപാടിക്കൊക്കെ പോയത്. ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലത്തെ മീൻകറിയും മുട്ടയും കൂടെ വറുത്താട്ടോ ഉച്ചയ്ക്ക് ചോറ് തിന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്നും ചായ കുടിക്കുന്നതല്ലേന്ന് ഓർത്ത് വല്യുമ്മക്ക് ചായ ഇട്ട് കൊടുത്ത് എനിക്ക് ഹോർലിക്സ് ആയിട്ടാണ് കേട്ടോ ആക്കിയത്. അങ്ങനെ ഞങ്ങളുടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞാൻ ചായയും ബിസ്ക്കറ്റും കൂടെ കേട്ടോ കഴിച്ചത്. വല്യമ്മ പുറകെ ഇരിപ്പുണ്ട്. പിന്നെ വീഡിയോയിൽ കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാട്ടോ കാണിക്കാത്തത്. ഈ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ. അതാണേ മൂക്കടഞ്ഞിരിക്കുന്നത്. 9:30 ആയപ്പോഴത്തേക്കും കല്യാണത്തിന് പോയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹൈസിന് ഉറങ്ങിയിട്ടാട്ടോ വന്നത്. ഞാൻ വിളിച്ചപ്പോൾ ചാടി എണീറ്റേ. എന്നെ കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ ഈ കാണിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞൊരു 10 മണി ആയപ്പോഴാട്ടോ ഓർത്ത് രാവിലെ പച്ചരി ഉഴുന്നും വെള്ളത്തിയിട്ട കാര്യം. പിന്നെ വേഗം വന്ന് അതൊക്കെ അരച്ചേ. അതൊക്കെ അരയ്ക്കുമ്പോൾ എൻ്റെ കൂടെ ഹൈസ് നിപ്പുണ്ട്. പോയ കഥയൊക്കെ പറയുന്നുണ്ട്. ദോശയ്ക്ക് മാവ് അരച്ച് വെക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നിട്ട് അതിനൊപ്പം വെള്ളം ഒഴിച്ച് അരച്ച് മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് പച്ചരി ഇട്ട് അതിലേക്ക് ഒരു തവി ചോറ് ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ച് നേരത്തെ അരച്ച് വെച്ച മാവിലോട്ട് ഒഴിക്കണം. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം. കുറച്ചധികം നേരം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടച്ച് മാറ്റി വെക്കണം. ഇതെൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.